ഹലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. സോ ആ ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൊമിതയുടെ ക്യാരക്ടർ ആണ് കേട്ടോ. അപ്പൊ നൊമിതയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഏതൊരു ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം ആ ക്യാരക്ടർ ഏതാണെന്നും അത് ഏത് സ്റ്റോറിയിലാണെന്നുള്ളതും അതിന്റെ ഓദർ ആണെന്നുള്ളത് ആരാണെന്നുള്ളതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ആ ക്യാരക്ടറിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ ആ ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ക്യാരക്ടറിന്റെ എക്സ്പീരിയൻസസ്, സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റീസ്. അപ്പൊ നമ്മൾ ആ ഒരു ക്വാളിറ്റി പറയുന്ന സമയത്ത് ആ ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതും കൂടെ നിങ്ങൾ അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും കറക്റ്റ്. അതിന്റെ ഫോമാറ്റ് അങ്ങനെ കേട്ടോ. ഒരു ക്വാളിറ്റി പറയാ ആൻഡ് അതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ സാധൂകരിക്കുന്ന രീതിയിൽ ടെക്സ്റ്റ് ഉണ്ടാകുന്ന എക്സാമ്പിളും കൂടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. സോ നമുക്ക് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചിന് എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റ്സ് നോക്കാം. ഷീ ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി മാച്ച് ബോക്സ്, ഡിസ്ക്രൈബ്ഡ് ആസ് എ വുമൻ ഓഫ് ഹൈ സെൽഫ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. ആൻഡ് അവളെ കല്യാണം കഴിക്കുന്നത് എന്ത് കാരണമാണ്? ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് എത്തുകയാണ് ചെയ്യുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ഹർ ഫിസിക്കൽ ബ്യൂട്ടി. സോ ഷീ ഈസ് എ ഡോട്ടർ ഓഫ് എ പുവർ വിഡോ. ഷീ വാസ് മാരീഡ് ഇൻ ടു എ വെൽത്തി ഫാമിലി സോൾലി ഡ്യൂ ടു ഹർ ഫിസിക്കൽ ബ്യൂട്ടി. പിന്നെ ഷീ ഈസ് ഫേമസ്ലി കമ്പയർ ടു എ മാച്ച് ബോക്സ്. അവളൊരു മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് പലപ്പോഴും. അത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാം. എന്തുകൊണ്ടാണ്? മാച്ച് ബോക്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിനൊരു മൂലക്കിൽ വെറുതെ ഇരിക്കുന്നതാണല്ലേ. പക്ഷെ അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇഗ്നൈറ്റഡ് ആവും. ഒരു തീപ്പൊരി ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്നിനെയാണ് നമ്മൾ ആ ഒരു മാച്ച് ബോക്സ് അല്ലേ. സോ അത് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. While she appears meek and harmless on the outside, she possesses the gunpowder to set off a raging fire when pushed too far. അതാണ് മെയിൻ പോയിന്റ് കേട്ടോ. Then her life is marked by domestic oppression and particularly her husband Ajit's ugly habit of reading the private letters without permission. So അവളുടെ ഹസ്ബൻഡ് വായിക്കുന്ന ആ ലെറ്റേഴ്സ് വായിക്കുന്ന അവൾ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന. She often hides her domestic pain and pretends to be happy, contented wife in front of her in-laws to maintain family honor. അപ്പം ഒരു ട്രഡീഷണൽ ഇന്ത്യൻ വുമന്റെ ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ തന്നെയാണ് ആര് നൊമിത എന്ന് പറഞ്ഞത് അല്ലേ. പക്ഷെ അതിൻ്റെ അകത്ത് ഈ കാര്യമാണ് നിങ്ങൾ എപ്പോഴും മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. Then Nomita proves her boldness when she questions her husband's insults and goes as far as lighting the hem of her saree to frighten him during an argument. So ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ. നെക്സ്റ്റ് ഇനി അജിത്താണ്. അജിത്ത് ആരാണ്? നൊമിതയുടെ ഹസ്ബൻഡ് ആണ് അല്ലേ. സോ അജിത്ത് ഇസ് ദ ഹസ്ബൻഡ് ഓഫ് നൊമിത ആൻഡ് കംസ് ഫ്രം എ റിച്ച് ജോയിന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. സോ അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാം. ഹി ഈസ് പോർട്രേഡ് ആസ് എ ഡോമിനേറ്റിംഗ് ആൻഡ് ഇൻസെൻസിറ്റീവ് ഹസ്ബൻഡ് ഹു ട്രീറ്റ്സ് ഹിസ് വൈഫ് ലൈക്ക് എ പപ്പറ്റ് ഓർ എ സ്ലേവ്. ഭാര്യനെ ഒരു സ്ലേവിനെ പോലെ കണക്കാക്കുന്ന ഒരു ഹസ്ബൻഡ് ആണ് ആര്? അജിത്ത്. ആൻഡ് ഹി ഹാസ് എ പെർസിസ്റ്റന്റ് ഹാബിറ്റ് ഓഫ് ഇന്റർസെപ്റ്റിംഗ് നൊമിതാസ് letters to ensure no one is passing her secret love letters. ലവ് ലെറ്റർ എല്ലാം ഉറപ്പാക്കാൻ വേണ്ടിയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ആ കത്തുകളൊക്കെ വായിക്കുന്നത് കേട്ടോ. Then he frequently ridicules Nomita's poor background and refers to as her a dung picker's daughter. അവളെ എന്നാൽ അങ്ങനെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടീനെ കല്യാണം കഴിക്കുകയും ചെയ്തു. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് എപ്പോഴും അവളെ ഹറാസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? അജിത്ത് ചെയ്യുന്നത്. He represents the male dominated society. സോ നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു പെട്രിയാർക്കൽ സിസ്റ്റം അല്ലെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെയാണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്? അജിത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. That wounds the dignity of women while hiding behind a mask of ഹൈ മൈൻഡഡ്നെസ്. ദെൻ നെക്സ്റ്റ് ക്യാരക്ടർ ഇനി രത്ന ആണ്. നമ്മുടെ ഹൊരഗല്ലുവിലുള്ള രത്നയാണ് കേട്ടോ. സോ രത്ന ഇസ് എ മിഡിൽ ഏജ് സീനിയർ ക്ലർക്ക് ആൻഡ് എ കൊലീഗ് ഓഫ് സുധാമൂർത്തി ഹു അപ്പിയേഴ്സ് ഇൻ ദ അനക്ഡോട്ട് ഹൊരഗല്ലു. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദെൻ ഷീ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ലിവിംഗ് ഹൊരഗല്ലു. ഹൊരഗല്ലു എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ ആ ഒരു അത്താണി അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റോൺ ബെഞ്ച് ആണല്ലേ വെയിറ്റ് ഇറക്കി വെക്കുന്നത്. സോ അവരൊരു ലിവിംഗ് ഹൊരഗല്ലു ആയിട്ടാണ് സുധാമൂർത്തി പറയുന്നത്. ബിക്കോസ് ഷീ ഫേസസ് ലൈഫ് വിത്ത് എ സ്മൈൽ ആൻഡ് പ്രൊവൈഡ്സ് മോറൽ സപ്പോർട്ട് ടു ദോസ് അറൌണ്ട് ഹർ. ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല, പക്ഷെ അവർക്ക് മോറൽ സപ്പോർട്ടായി മാറുകയാണ് ചെയ്യുന്നത് ആര്? രത്ന. ഡ്യൂറിംഗ് ഹർ ലഞ്ച് ബ്രേക്സ് ഷീ ആക്ട്സ് ആസ് എ പേഷ്യന്റ് ആൻഡ് sympathetic listener for colleagues who wish to unburden their troubles. അപ്പൊ ഒരു ഹൊരഗല്ലു, ഒരു ലിവിംഗ് ഹൊരഗല്ലു എന്നുള്ള രീതിക്കാണ് ആരെ കാണുന്നത്? രത്നനെ കാണുന്നത് കേട്ടോ. ഷീ ഈസ് സ്ട്രിക്ട്ലി നോൺ ജഡ്ജ്മെന്റൽ ആൻഡ് നെവർ ഓഫേഴ്സ് സൊല്യൂഷൻസ്, ബിലീവിംഗ് ദാറ്റ് merely finding an outlet for worries
relieves half a person's burden. അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള വിഷമങ്ങളെ എന്താ പറയാ നമ്മളൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ ഹാപ്പി ആവും അല്ലെങ്കിൽ ലൈറ്റ് ആവും എന്ന് ബിലീവ് ചെയ്യുന്ന ആളാണ് രത്ന അല്ലെ. Then she values the confidence people place in her and believes that betraying someone's confidence is a great sin. അല്ലെ, വേറൊരാൾ നമ്മളിൽ ഏർപ്പിച്ചിട്ടുള്ള വിശ്വാസം അത് തകർക്കുന്നത് വലിയൊരു പാപമാണ്, ഒരു സിൻ ആണെന്നാണ് ആര് കാണുന്നത്? രത്ന കാണുന്നത്. സോ ഈ പോയിന്റ്സ് ഒക്കെ രത്നയുടെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇനി റോബർട്ട് ബോൾവിൻ ആണ് നമ്മുടെ അവർ ഓഫ് ട്രൂത്തിന്റെ അകത്തുള്ള. റോബർട്ട് ബോൾവിൻ ഇസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ വൺ ആക്ട് പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് ആൻഡ് an epitome of honesty and moral integrity. ഇത് നല്ലൊരു പോയിന്റ് ആട്ടോ, നിങ്ങൾക്ക് നോക്കി വെക്കാൻ പറ്റുന്ന പോയിന്റ് ആണ്. Then he worked faithfully as a secretary to bank president John Grisham for 35 years. അത്രയും വർഷം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. When Grisham is arrested for fraud, Baldwin has offered a 100,000 bribe or a 1 lakh bribe to say I don't remember during the trial. അല്ല, അപ്പൊ അത്രയും വലിയൊരു കൈക്കൂലി ഓഫർ ചെയ്യാണ് ആര്? നമ്മുടെ റോബർട്ട് ബോൾവിൻ അത്രയും വലിയൊരു കൈക്കൂലി ഓഫർ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ despite being underpaid and facing intense pressure from his wife and children to take the money, he remained steadfast. അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാളുടെ ആ ഒരു ഇത് വിടുന്നില്ല, അല്ല ആ ഒരു ഓണസ്റ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇന്റഗ്രിറ്റി അത് അയാൾ വിടുന്നില്ല. ഹി ഭയങ്കര സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് എന്നോട് നിൽക്കുകയാണ് ചെയ്യുന്നത്. His guiding principle is that he wishes to go to his grave clean, refusing to tell a lie even for an old friend. അല്ലേ, അപ്പം എന്താ കല്ലറയിലേക്ക് ചെല്ലുമ്പം, കുഴിമാടത്തിലേക്ക് ചെല്ലുമ്പം കള്ളങ്ങളില്ലാതെ ചെല്ലണം എന്നാണ് ആര് വിചാരിക്കുന്നത്? റോബർട്ട് ബോൾവിൻ ബിലീവ് ചെയ്യുന്നത്. ഹിസ് അൺവേവറിംഗ് ട്രൂത്ത്ഫുൾനെസ്, ഇതും നല്ല പോയിന്റ് ആട്ടോ. ഹിസ് അൺവേവറിംഗ് ട്രൂത്ത്ഫുൾനെസ് ഇസ് ഫൈനലി റിവാർഡഡ് വെൻ ഹി ഈസ് ഓഫേർഡ് എ പ്രസ്റ്റീജിയസ് പൊസിഷൻ അറ്റ് ദ തേർഡ് നാഷണൽ ബാങ്ക്. ഓക്കെ, സോ ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ബോൾവിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ടീച്ചറാണ്. ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ടീച്ചറാണ് അല്ലെ. അവിടെ ടീച്ചറാണ് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് ആൻഡ് അവിടുത്തെ പണിഷ്മെന്റും കിട്ടുന്നത് ആർക്ക് തന്നെയാണ്? ടീച്ചർക്ക് തന്നെയാണ് അല്ലെ. സോ ദ ടീച്ചർ ഇസ് ആൻ ഓർഡിനറി സ്കൂൾ മാസ്റ്റർ ഹു ടേക്സ് ആൻ എക്സ്ട്രാ ട്യൂഷൻ വർക്ക് ഫോർ എ മിസ്റ്റീവിയസ് ബോയ് ടു ഏൺ മോർ മണി. അല്ലെ, ഒരു വികൃതി കുട്ടിക്ക് ട്യൂഷൻ എടുക്കാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു ടീച്ചർ കേട്ടോ. ടീച്ചറിന്റെ പേര് അതിനകത്ത് പറയുന്നില്ല. ഹി റെപ്രസെന്റ്സ് എ ട്രഡീഷണൽ ഇന്ത്യൻ ടീച്ചർ സ്ട്രഗ്ലിംഗ് വിത്ത് മോഡേൺ എൻലൈറ്റൻഡ് പേരന്റിംഗ് മെത്തേഡ്സ്. അപ്പൊ ആ ഒരു എന്താ പറയാ മോഡേൺ പേരന്റ്ഹുഡിൽ പെട്ട് കിടക്കുന്ന ഒരു ടീച്ചറിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആ ക്യാരക്ടർ കേട്ടോ. Driven to frustration by a student who deliberately gives wrong answers to simple math problems, he impulsively slaps the boy. ആ കുട്ടീനെ അടിക്കുകയാണ് ചെയ്യുന്നത്. This action leads to a humorous role reversal where the teacher is blackmailed by the child who threatens to tell his parents about the physical punishment. And കുട്ടി പറയാനല്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ആരെ? ആ ടീച്ചറിനെ കേട്ടോ. He is eventually forced to act as a station master and tell endless stories to keep the boy from revealing the incident. Okay, so മക്കൾ ഇതിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചെയ്തൊരു വീഡിയോ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ പോയിട്ട് കാണാം കേട്ടോ. സോ അതിനകത്ത് ഈ ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ടൈറ്റില് എങ്ങനെയാണ് അത്രയും ആപ്റ്റ് ആവുന്നത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ആ വീഡിയോ കൂടെ ഒന്ന് പോയി കാണാം കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അമിഗോ ബ്രദേഴ്സിലെ ആന്റോണിയോ ക്രൂസിനും ഫെലിക്സ് വർഗസിനും. അവർക്ക് രണ്ടുപേർക്കും സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. സോ ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ആർ 17-year-old best friends who have grown up together in Manhattan and feel like brothers. Okay, then both are dedicated athletes who share a dream of becoming a lightweight boxing champions. ഒരേ ഡ്രീം തന്നെയാണ് രണ്ടുപേർക്കുള്ളത്. ഇനി ആന്റോണിയോനെ നോക്കുകയാണെങ്കിൽ ആന്റോണിയോ is fair, lean and lanky while Felix is dark, short and husky and wears his hair in afro style. Okay, അപ്പം ആ ഒരു അവരുടെ ഫിസിക്കലി മാത്രമേ അവർക്ക് അവരൊരു ഡിഫറൻസ് ഉള്ളൂ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. Their bond is tested when they are scheduled to fight each other in a championship match, leading them to train separately to preserve their friendship. അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് ആയിട്ട് തന്നെ ട്രെയിൻ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അല്ലേ. ആൻഡ് റൈവൽസ് ആയിട്ട് തന്നെ മത്സരിക്കാം. ആ ഒരു മത്സരത്തിന്റെ സമയത്ത് മാത്രം അല്ലെ അതിനോട് എന്താ പറയാ 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെ മത്സരിക്കാമെന്ന് വിചാരിക്കുകയാണ്. They fight fiercely in the ring but ultimately chooses their relationship over competition, leaving the arena arm in arm before the results are even announced. അല്ലെ, റിസൾട്ട് അറിയാൻ പോലും കാത്തു നിൽക്കാണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് പോവാണ് ചെയ്യുന്നത്. സോ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അത്ര സിഗ്നിഫിക്കന്റ് അല്ല, ബട്ട് സ്റ്റിൽ ചാൻസസ് ഉണ്ട്. കാരണം ഒരു പ്രാവശ്യം ഗ്രാൻഡ് ഫാദറിന്റെ ഹൊറഗലുള്ള ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചൊന്ന് പോയാൽ മതിയാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാലും മതി. ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ, ഇൻ കേസ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ. He was a retired school teacher who spent his leisure time sitting on a horigallu under a banyan tree. അപ്പം
ബാനിയൻ ട്രീന്റെ താഴെ ഇരിക്കുന്ന ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ്, സ്കൂൾ ടീച്ചറാണ്. ഹി ആക്ടഡ് ആസ് എ ഹ്യൂമൻ ഹൊറിഗല്ലു ഫോർ weary villagers and travelers, listening attentively to their daily concerns and worries. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാന്നുള്ളതാണ് ഗ്രാൻഡ് ഫാദറും ചെയ്തുകൊണ്ടിരുന്നത്. His primary service was compassionate listening, which provided others with the relief and strength needed to continue their life's journey. അല്ലെ, അപ്പൊ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവർക്കൊരു സപ്പോർട്ട് ആവുക, അതായിരുന്നു ഗ്രാൻഡ് ഫാദർ ചെയ്തുകൊണ്ടിരുന്നത്. He taught the author that a horigallu is essential in any journey because everyone needs a place to put down their burdens and rest for a while. അല്ലെ, എല്ലാവർക്കും എല്ലാ യാത്രയിലും ഒരു ഹൊറിഗല്ലു അത്യാവശ്യമാണ്, അവനവന്റെ ബേർഡൻസ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് ആണ് ഗ്രാൻഡ് ഫാദർ മെയിൻ ആയിട്ടും കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ നോമിതയുടെ അമ്മയാണ് അല്ലെ. നോമിതാസ് മദർ ഇസ് എ poor widow who secured her daughter's marriage into a wealthy family based on Nomita's looks alone. നോമിതയുടെ ഭംഗി മാത്രം വെച്ചിട്ട് അവളെ റിച്ച് ആയിട്ടുള്ള വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഷി ഹാസ് എ പെർസിസ്റ്റന്റ് ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു നൊമിത ബെഗിംഗ് ഫോർ മണി ടു റിപ്പയർ ഹെർ ഓൾഡ് ക്രാക്ഡ് റൂഫ്. അപ്പൊ നൊമിതയുടെ അടുത്ത് ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ട് ലെറ്റേഴ്സ് എഴുതുകയാണ് ആര് ചെയ്യുന്നത്? നമിതയുടെ അമ്മ ചെയ്യുന്നത്. ദിസ് ഹാബിറ്റ് ഇസ് എ കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഷെയിം ആൻഡ് ട്രബിൾ ഫോർ നമിത. പക്ഷെ ഇങ്ങനെ കത്തുകൾ വരുന്നത് നമിതയ്ക്ക് ഭയങ്കരമായിട്ട് നാണക്കേട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആസ് അജിത് യൂസസ് ദീസ് ലെറ്റേഴ്സ് ടു റിഡിക്യൂൾ ഹർ ഫാമിലീസ് ലോവർ സോഷ്യൽ സ്റ്റേറ്റസ്. ഈ ഒരു കത്ത് വെച്ചിട്ടാണ് നമിതൻ എന്ത് ചെയ്യുന്നത്? അവളുടെ ഹസ്ബൻഡ് വളരെയധികം റിഡിക്യൂൾ ചെയ്യുന്നത് അല്ലേ. Then she is portrayed as an illiterate ordinary woman who frequently takes credit for her skill in marrying her daughter to a rich man. അപ്പം മകളെ എത്രയും വലിയ പണക്കാരന് കല്യാണം കഴിച്ച് കൊടുത്തു എന്നുള്ളതിനെ ഒരു സ്കില്ലായി കാണുന്ന ഒരു അമ്മായിയമ്മ അല്ലെങ്കിൽ ഒരു മദർ, അതാണ് ആര്? നമിതയുടെ മദർ. Then next one, boy, crime and punishment. ബോയിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. He is the only child of a rich educated parents who have pampered him with excessive love and toys. അതിനകത്ത് അവനെ കൊണ്ട് പറയുന്നുണ്ട് അല്ലേ, എന്താണ്? an angel without wings അല്ലെ, വിങ്സ് ഇല്ലാത്ത ഒരു മാലാക കുഞ്ഞാണെന്നുള്ളതാണ് അവനെ കൊണ്ട് അവന്റെ പേരൻസ് വിശ്വസിക്കുന്നത് കേട്ടോ. ദ ബോയ് ഇസ് റെപ്രസെന്റേറ്റീവ് ഓഫ് എ സ്പോയിൽഡ് ന്യൂ ജനറേഷൻ റിസൾട്ടിങ് ഫ്രം ഓവർ പാരന്റിങ് ആൻഡ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ അല്ലെ. അപ്പം അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ റെപ്രസെന്റേറ്റീവ് ആണ് ആര്? ഈ ബോയ് ട്ടോ. ഹി ഈസ് ക്ലെവർ ആൻഡ് മാനിപ്പുലേറ്റീവ്, യൂസിംഗ് ദ ടീച്ചേഴ്സ് ഫിയർ ഓഫ് ലൂസിംഗ് ഹിസ് ജോബ് ടു ടേൺ ദ സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഇൻ ടു വൺ ലൈക്ക് ഒരു ബ്ലാക്ക് മെയിലിലേക്ക് മാറ്റാണ് ആര് ചെയ്യുന്നത്? ആ ബോയ് ചെയ്യുന്നത് അല്ലേ. ദെൻ ഹി എക്സേർട്സ് പവർ ഓവർ ദ ടീച്ചർ ബൈ ഫോഴ്സിംഗ് ഹിം ടു പ്ലേ ഗെയിംസ് ആൻഡ് ടെൽ സ്റ്റോറീസ് ഓൺ കമാൻഡ്. അവൻ എന്ത് ചെയ്യാണ്? അവന്റെ കയ്യിൽ ഒരു പപ്പറ്റിനെ പോലെയാണ് അവിടെ ആ ടീച്ചറിനെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അൾട്ടിമേറ്റ്ലി ഹി ഔട്ട്വിറ്റ്സ് ദ അഡൾട്ട്സ് ബൈ കീപ്പിംഗ് ഹിസ്റ്ററി സീക്രറ്റ്സ് ആൻഡ് യൂസിംഗ് ഹിസ് പെർസീവ്ഡ് ഇന്നസെൻസ് ടു മെയിൻറ്റെയിൻ കൺട്രോൾ. അവൻ എന്ത് ചെയ്യാണ്? അവന്റെ ആ ഒരു പവറിനെ അല്ലെ അവൻ യൂട്ടിലൈസ് ചെയ്യാണ്, അവൻ അതിനൊരു കൺട്രോൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ആ ടീച്ചർക്ക് തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പണിഷ്മെന്റ് കിട്ടുന്നത് കേട്ടോ. ഒരു എന്താ മോറൽ അല്ലെങ്കിൽ ഇമോഷണൽ പണിഷ്മെന്റ് നേരിടുന്ന ആരാണ്? ആ ടീച്ചർ തന്നെയാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുകയാണ്. ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോയിൽ കാണാം. ബൈ.